തദ്ദേശീയമായ അമിത്ഷാ ഈ ആക്രമണ സമയത്ത് ഉണ്ടായിരുന്ന ചില ആളുകൾ, അതിൽ നിന്ന് രക്ഷപ്പെട്ട ചില ആളുകളുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ തന്നെ ശ്രീനഗറിൽ എത്തിയിരുന്നു. ഇപ്പോൾ അമിത്ഷാ ശ്രീനഗറിൽ തുടരുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുമായി സംസാരിക്കുകയാണ്. 29 ഇന്ത്യൻ പൗരന്മാരെയാണ് ഇന്നലെ 2:45 ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ബൈസരൻ വാലിയിൽ ലഷ്കർ ഇ തോയ്ബ പിന്തുണയുള്ള ഭീകരർ വധിച്ചത്. എന്തായാലും രാജ്യം ഈ കൂട്ടക്കുരുതിയിൽ നടുങ്ങി നിൽക്കുകയാണ്. ഒരുപാട് കാലത്തിന് ശേഷം 2019 ശേഷം രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ്. കാശ്മീർ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ശാന്തമായിരുന്നു, സമാധാനത്തിലായിരുന്നു. കശ്മീരിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയും ജനാധിപത്യ പ്രക്രിയ വഴി ഒരു പുതിയ സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തു. അവിടുത്തെ ടൂറിസം മേഖല പുഷ്ടിപ്പെടുകയായിരുന്നു. ഒരു ടൂറിസം ബൂമുണ്ടായി. കശ്മീരികൾ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. ഈ വെടിയൊച്ചകളുടെയും ചോരചൊലിച്ചുകളുടെയും ഒക്കെ നാളുകളെ കശ്മീർ അതിജീവിച്ചു വന്ന വേളയിലാണ് ലഷ്കർ ഇ തോയ്ബ ഈ പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കശ്മീരിൽ സമാധാനം തിരികെ കൊണ്ടുവരിക എന്നുള്ളത് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്നാണ്. വരുന്ന നാളുകളിൽ അതിന് എന്തൊക്കെ നടപടികൾ എടുക്കുമെന്നുള്ളത് വരുന്ന മണിക്കൂറുകളിൽ നമുക്കറിയാം.